ഈ അജിത് കുമാർ എഴുതി കൊടുത്ത ഈ വാറോല 1500 ഗ്രാം പാന്റും ട്രൗസറും കത്തിച്ച് അത് ഉരുക്കി വരുമ്പോൾ 950 ഗ്രാം ആവും വരെ. മുഖം തിരിച്ചിരുത്തി പ്രതികളെ മഹത്വവൽക്കരിക്കുകയാണോ? ആ മീഡിയ 1 24 ഒക്കെ കൊടുത്തതിൽ ഓല മുഖം ഇങ്ങനെ ഷെയ്ഡ് ഇരുത്തിയിട്ടാ. അപ്പൊ ഞാൻ ഈ പുറത്ത് വിട്ട ഈ 2 കുട്ടികളോടും ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നേർക്ക് നേരെ മനുഷ്യന്റെ മുഖത്ത് നോക്കിയിരിക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഓലിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക, ഞങ്ങളുണ്ട് അൻവറാക്കാന്ന് പറഞ്ഞു. അപ്പം തിരിച്ചിരിക്കേണ്ട നേർക്ക് നേരെ ഇരുത്തി കൊടുത്തിട്ട് ഇതുവരെ ഈ നിമിഷം ഇന്ന് പോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇന്ന് ഞാൻ ഇതുമായി ബന്ധപ്പെടാൻ നിന്നിട്ടില്ല. അപ്പൊ ഈ സ്വർണം ആർക്ക് കൊടുക്കുന്നു ഇതുവരെ അന്വേഷണമില്ല. ആരിൽ നിന്ന് കൊണ്ടുവന്നു അന്വേഷണമില്ല. ഈ ഗവൺമെന്റിന്റെ ആസ്തിയായി മാറേണ്ട സ്വർണമാണ് ഈ കൊള്ളയടിച്ചു പോകുന്നത്. ഇത് കൃത്യമായ തെളിവുകളോടുകൂടി ഞാൻ ഇവിടെ സൂചിപ്പിച്ചതാണ്. എന്റെ തെറ്റെങ്കിൽ പ്രിയപ്പെട്ട സഖാക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഞാനൊന്നും പറയുന്നില്ല. ഈ നാട്ടിൽ എന്നെ MLA ആക്കിയവരാണ് ഈ നാട്ടിലെ സഖാക്കൾ മഹാഭൂരിപക്ഷവും. രാപ്പകലില്ലാതെ അധ്വാനിച്ചവരാണ്. ഞാൻ മറക്കൂല. നിങ്ങൾ കാല് വെട്ടാൻ വന്നാലും ആ കാല് നിങ്ങൾ കൊണ്ടുപോയാൽ ഞാനൊരു വീൽ ചെയറിൽ ഇങ്ങനെ വരും. മനസ്സിലായോ? അതുകൊണ്ടൊന്നും ഇവിടെ നിന്നൊന്നും പിന്തിരിയുമെന്ന് ആരും കരുതണ്ട. വെടിവെച്ച് കൊല്ലേണ്ടി വരും. പറ്റുമെങ്കിൽ ചെയ്യ്, അല്ലെങ്കിൽ ജയിലിലടക്കേണ്ടി വരും. പലതും വരുന്നുണ്ടല്ലോ. ഞാൻ ഏതായാലും അതിനെ ഒരുങ്ങി നിൽക്കുക. ഇന്നിപ്പോ ആ വാർത്ത വന്നപ്പോ ഞാൻ നമ്മളെ വേണ്ടപ്പെട്ടവരോട് പറഞ്ഞു, സിഗരറ്റ് നിങ്ങൾ കൊടുത്തു തരണം കേട്ടോ, ജയിലിൽ അവിടെ കിട്ടൂല. ഞാൻ ഇടയ്ക്ക് സിഗരറ്റ് വലിക്കലുണ്ട്. അത് മാത്രങ്ങൾ ചെയ്തു തന്നാൽ മതി. അപ്പൊ ഞാൻ ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും തയ്യാറെടുക്കുക. എന്റെ വായ ഞാൻ ഈ പറഞ്ഞവിടത്ത് നിൽക്കുകയാണ്. ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന 3-4 സ്വർണ്ണക്കള്ളക്കടത്തും മാമി കേസും റിദാൻ കേസും താനൂർ കേസും ഈ പറയുന്ന ഡാൻസ് ഓഫ് സംഘങ്ങളുമായി ബന്ധപ്പെട്ടതിൽ ഞാൻ ഇപ്പോൾ ഒതുങ്ങി നിൽക്കുക. താനൂർ ജിഫ്രി കേസ് തങ്ങളിൽ ആ ദിവസം കംപ്ലീറ്റ് CCTV ഓഫാക്കിയിരിക്കുക. ഓഫല്ല, ഫൂട്ടേജുകൾ മുഴുവൻ എടുത്ത് പോലീസ് നശിപ്പിച്ചിരിക്കുകയാണ്. കാരണം CBI വേറെ ആരെങ്കിലും വന്നാൽ ഒരു കഷ്ണം കിട്ടിയിട്ടില്ല, ഒരു കഷ്ണം. അപ്പൊ ഈ രീതിയിൽ കാര്യങ്ങൾ പോവുക. അപ്പൊ ഇവിടെയൊക്കെ ഇതിനൊക്കെ പ്രശ്നം എന്താണ്? ആർക്കും ഈ പറയുന്ന നീതി കിട്ടാത്തതിന്റെ കാരണം എന്താ? അതാണ് ഞാൻ പറയുന്നത് ഈ നെക്സസ്. എന്താണ് NEXUS നെക്സസ്. മനസ്സിലായോ? ആ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നില്ലേ? ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ അപകടം. ചെറുപ്പക്കാർ മനസ്സിലാക്കിക്കോളി. ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കണോലും കരുതിക്കോളി. ബോലോ തക്ബീർ, അല്ലാഹു അക്ബർ. നല്ലോ കരുതിക്കോളി മക്കളെ. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് കരുതിക്കോളി. അപ്പോ ഇതിലൊരു വിഭാഗം ഭാരത് മാതാ കീ ജയ് അതും കൂടി കൂടും. ഇതൊക്കെ പാടെങ്ങനെയാ? ഇങ്ങനെ. മനസ്സിലായോ? വെറുതെ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. ഇതിലൊരു വിഭാഗം നേതാക്കൾ, എല്ലാരും പറയുന്നില്ല, ഒരു കേസും തെളിയില്ല. നിങ്ങളെ കൂട്ടത്തിൽ തന്നെ ഈ നിൽക്കുന്നതിൽ ലീഗ് ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, അതൊന്നും ഇല്ലാത്തവരുണ്ട്, BJP ഉണ്ട്, RSS ഉണ്ട്, എല്ലാവരും ഉണ്ടാവും. ഇതൊക്കെ പാടിന്റെ ആൾക്കാരൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്നലെ DC സെക്രട്ടറി പറഞ്ഞൊരു പ്രസ്താവന, EN മോഹൻദാസ്, ഈ നാട്ടിലെ സകലമാണ്, ഞാനിത് കാണിക്കാൻ TV ഇതൊക്കെ കൊടുന്നു വെച്ചിന്, ആകെ ചവിട്ടി പൊളിഞ്ഞു പോയി. ഇന്ന കുറച്ച് വീഡിയോസ് ഇടാൻ നിവർത്തില്ല. ഇനിയുണ്ടല്ലോ നമുക്ക് പറയാം. അപ്പൊ ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്നത് ഈ നാട്ടിലെ ഏറ്റവും മോശപ്പെട്ട രാജ്യദ്രോഹികൾ. അന്ന് എടുത്ത് കേൾക്കണങ്ങൾ. ഇന്നലെ അദ്ദേഹം നടത്തിയ പത്രപ്രസ്ഥാനം. ഈ കാണുന്നവരൊക്കെ കള്ളക്കടത്തുകാരാണ്, ഈ കാണുന്നവരൊക്കെ കൊള്ളക്കാരാണ്. ഒന്ന് നിങ്ങൾ സ്വയം അതിനുള്ളിൽ നോക്കണം. EN മോഹൻദാസിന്റെ സ്റ്റേറ്റ്മെന്റാ. എവിടത്തേക്കാ പോകുന്നത്?